ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഏതാനും നവോത്ഥാന നായകന്മാരെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ നവോത്ഥാന നായകന്മാർ നടത്തിയിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന പല മാറ്റങ്ങളും നടന്നത്. അങ്ങനെ അവരുടെ പരിശ്രമങ്ങളുടെയൊക്കെ ഭാഗത്തിനിടയിൽ ഇവര് ചില പരിഷ്കരണ ജാഥകൾ അല്ലെങ്കിൽ മാറ്റത്തിന് മാറ്റം കുറിച്ച് തുടക്കം കുറിച്ചുകൊണ്ടൊരു ജാഥകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ജാഥകളാണ് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. ഒന്നാമത് നമ്മൾ പറയാൻ പോകുന്നത് യാചന യാത്ര. തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയായിരുന്നു 1931 ഈ യാത്ര നടത്തിയത്. VT ഭട്ടതിരിപ്പാടാണ് ഈ യാത്ര നടത്തിയത്. VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ യാചന യാത്ര എന്തായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഓർമ്മയുണ്ടോ? ഓർമ്മയുള്ളവർക്ക് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഇനി ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് പറയാം. യാചന യാത്ര എന്തായിരുന്നു? VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മളോട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞോ. ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം. ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ യാത്രയായിരുന്നു ഏത് യാത്ര? യാചന യാത്ര. അടുത്തത് സാമൂഹിക പരിഷ്കരണ ജാഥ. അത് കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെയാണ് നടത്തിയിരുന്നത്. നടത്തിയത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ട രണ്ട് യാത്രകളാണ്. യാചന യാത്ര തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ VT ഭട്ടതിരിപ്പാട് ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇത്. അടുത്തത് സാമൂഹിക പരിഷ്കരണ ജാഥ. കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെയായിരുന്നു ഈ ജാഥ നടത്തിയത്. നടത്തിയത് ആര് തന്നെയാണ്? VT ഭട്ടതിരിപ്പാടാണ്. ഇനി അടുത്തത് പട്ടിണി ജാഥ 1936 നടത്തിയത്. കണ്ണൂർ മുതൽ മദ്രാസ് വരെയായിരുന്നു. നടത്തിയ ആളുടെ പേര് AK ഗോപാലൻ. ഇനി ക്ഷേത്ര ജാഥ കണ്ണൂർ മുതൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് നടത്തിയതാണ്. കണ്ണൂർ മുതൽ ഗുരുവായൂർ വരെ AK ഗോപാലൻ. AK ഗോപാലന്റെ രണ്ടാമത്തെ ജാഥയാണ് നമ്മൾ പരിചയപ്പെടുന്നത്, ക്ഷേത്ര ജാഥ. മൂന്നാമത്തേത് മലബാർ ജാഥ 1960 കോഴിക്കോട് മുതൽ തിരുവിതാംകൂർ വരെയായിരുന്നു ആ ജാഥ. AK ഗോപാലൻ തന്നെയാണ് നടത്തിയത്. ഇനി ലാസ്റ്റ് വൺ കർഷക ജാഥ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് ജാഥ നടത്തിയത്. നടത്തിയ ആളുടെ പേര് AK ഗോപാലൻ. നമ്മൾ AK ഗോപാലൻ നടത്തിയ 4 ജാഥകൾ ഒന്നിച്ച് പഠിച്ചു. ഏതൊക്കെയാ? പട്ടിണി ജാഥ കണ്ണൂർ മുതൽ മദ്രാസ് വരെ, ക്ഷേത്ര ജാഥ കണ്ണൂർ മുതൽ ഗുരുവായൂർ വരെ, മലബാർ ജാഥ കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെ അല്ലെങ്കിൽ തിരുവിതാംകൂർ വരെ, കർഷക ജാഥ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. പറഞ്ഞത് എല്ലാവർക്കും കേൾക്കാൻ പറ്റിയല്ലോ അല്ലെ? 4 ജാഥകളുടെ പേരാണ് നമ്മളോട് പറഞ്ഞത്. അടുത്തത് മന്നത്ത് പത്മനാഭൻ നയിച്ച 2 ജാഥകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ജാഥ സവർണ ജാഥ. സവർണ ജാഥ വൈക്കം മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു. ഇത് വൈക്കം സത്യാഗ്രഹം എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പോർഷനാണ്. അതിന്റെ ഭാഗമായിട്ടാണ് സവർണ ജാഥ നടത്തപ്പെട്ടത്. നടത്തിയ ആളുടെ പേര് മന്നത്ത് പത്മനാഭൻ. രണ്ടാമത്തെയാണ് ജീവശിഖ ജാഥ. അത് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയാണ് നടത്തിയത്. നടത്തിയ ആളുടെ പേര് മന്നത്ത് പത്മനാഭൻ. അപ്പൊ മന്നത്ത് പത്മനാഭൻ നടത്തിയ 2 പ്രധാനപ്പെട്ട ജാഥകൾ ഏതൊക്കെയാണ്? സവർണ ജാഥ വൈക്കം മുതൽ തിരുവനന്തപുരം വരെയും ജീവശിഖ ജാഥ അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു. ഇനി അക്കാമ ചെറിയാൻ നടത്തിയ ജാഥ രാജധാനി ജാഥ. തമ്പാനൂർ മുതൽ കവടിയാർ വരെ. ഇത് കവടിയാർ കൊട്ടാരം കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? അപ്പൊ രാജധാനിയിലേക്കുള്ള യാത്രയാണ്. തമ്പാനൂർ മുതൽ കവടിയാർ വരെ രാജധാനി യാത്ര. നടത്തിയ ആളുടെ പേര് അക്കാമ ചെറിയാൻ. അടുത്തത് യുദ്ധവിരുദ്ധ ജാഥ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മാരംകുളം മുതൽ കുളത്തൂർ കുന്ന് വരെ. നടത്തിയ ആളുടെ പേര് കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ. യുദ്ധവിരുദ്ധ ജാഥ നടത്തിയതാരാണ്? മാരംകുളം തുടങ്ങി കുളത്തൂർ കുന്ന് വരെയായിരുന്നു ജാഥ. നടത്തിയ ആളുടെ പേര് കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ.
ഇനി നമ്മൾ ഓൾറെഡി ഒരു കർഷക ജാഥ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ? എവിടെയായിരുന്നു കർഷക ജാഥ? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയ ആളുടെ പേര് AK ഗോപാലൻ. ഇനി മറ്റൊരു കർഷക ജാഥ കൂടി കാണാം. പാലക്കാട് മുതൽ സബർമതി വരെയാണ് ഈ ജാഥ നടത്തിയത്. നടത്തിയ ആളുടെ പേര് ആനന്ദ തീർത്ഥൻ. ആനന്ദ തീർത്ഥൻ. ഇനി ഉപ്പ് സത്യാഗ്രഹ ജാഥ നടത്തിയിരുന്നു. പാലക്കാട് തുടങ്ങി പയ്യന്നൂർ വരെയായിരുന്നു. നടത്തിയ ആളുടെ പേര് TR കൃഷ്ണസ്വാമി അയ്യർ. അപ്പൊ ഇത്രയാണ് കേരളത്തില് വിവിധ കാലഘട്ടങ്ങളിലായിട്ട് നടന്നിട്ടുള്ള അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഏതാനും ജാഥകൾ. അപ്പൊ ജാഥകൾ പഠിക്കുമ്പോൾ നടത്തിയത് ആരാണ്, ഏത് വർഷമാണ്, എന്ന് തുടങ്ങി എവിടം തുടങ്ങി എവിടം വരെയാണ് ജാഥ നടത്തിയത്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ നോട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇടുന്നുണ്ട്, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, വായിച്ചു നോക്കിയിട്ട് അതിൽ ഏതെങ്കിലും പോർഷൻ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ പറയണം. അപ്പോൾ തന്നിരിക്കുന്ന ഒരു 2 മിനിറ്റ് സമയം ഉപയോഗിച്ച് ഈ നോട്ട് ഒന്ന് വായിച്ചു നോക്കാം. വളരെ കുറച്ചേ ഉള്ളൂ, 2 പേജ് എങ്ങാണ്ടേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് വായിക്കാം കേട്ടോ. വായിച്ചിട്ട് നമുക്ക് ഇതിൽ ഏതെങ്കിലും പോർഷനിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി പറഞ്ഞു. ഓക്കെ, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണേ. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് എന്ന് പ്രത്യേകം പറയാൻ കാരണം ഇതിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ചാണ്. വൈക്കം സത്യാഗ്രഹം ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി തന്നെ നടന്നിട്ടുള്ള ആദ്യത്തെ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴിയിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമരം നടത്തിയത്. അപ്പോ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് പറയണം? വൈക്കം സത്യാഗ്രഹം പറയണം. ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏതാന്ന് വെച്ചാൽ ഉത്തരം എന്താണ്? അത് വൈക്കം സത്യാഗ്രഹമാണ്. അപ്പൊ വൈക്കം ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറമെയുള്ള വഴിയിലൂടെ അവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനെതിരെ അങ്ങനെ സഞ്ചരിക്കാനുള്ള അവകാശം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നടത്തപ്പെട്ട സമരമാണ് വൈക്കം സത്യാഗ്രഹം. 20-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നടന്ന സമരങ്ങളിൽ ഏറ്റവും അഖിലേന്ത്യാ ശ്രദ്ധ നേടിയ സമരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് വൈക്കം സത്യാഗ്രഹമാണ്. അപ്പോ വഴി എല്ലാ ജാതിക്കാർക്കും തുറന്നു കൊടുക്കണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ ഒരു സമരം നടത്തപ്പെട്ടത്. നമുക്കൊന്ന് ഊഹിക്കാം, ക്ഷേത്ര മതിൽക്കെട്ടിന് പുറമെയുള്ള വഴിയാണ്, അവിടെ മൃഗങ്ങളും പട്ടിയും പൂച്ചയും അടക്കം എല്ലാവരും നടന്നു പോകുന്ന ഒരു വഴി. അവിടെ ജാതിമത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും നടക്കാനുള്ള അവകാശം ചോദിച്ചുകൊണ്ടാണ് ഇവര് സമരം ചെയ്തത്. 1924 മാർച്ച് 30-ന് പുലയ, ഈഴവ, നായർ സമുദായാംഗങ്ങളായ കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ 3 പേരുടെ പേര് നോട്ട് ചെയ്തിരിക്കണേ. കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ. PSCയില് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വന്ന സമയത്ത് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ആളുകളുടെ പേരുകൾ തന്ന് അല്ലെങ്കിൽ ഇയർ തന്നൊക്കെ ചോദ്യങ്ങൾ വരും. അപ്പൊ ആ സമയത്ത് ഈ പേരുകൾ, ഒരാളുടെ പേര് കുഞ്ഞാപ്പി എന്നുള്ളതിനൊരു കുഞ്ഞാപ്പു എന്നിട്ട് കഴിഞ്ഞാൽ പോലും ആ ഓപ്ഷൻ തെറ്റാണ്, ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു എന്ന് വരില്ല. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചു വായിച്ചോളൂ. 1924 മാർച്ച് 30-ന് പുലയ, ഈഴവ, നായർ 3 സമുദായാംഗങ്ങളായ കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ എന്നീ 3 യുവാക്കളിലൂടെ ആരംഭിച്ച സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഇത് നടന്ന ക്ഷേത്രം ഏതാണ്? വൈക്കം മഹാദേവ ക്ഷേത്രമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിന്റെ തീരത്താണ്? വേമ്പനാട് കായലിന്റെ തീരത്താണ് വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അന്നത്തെ ഈ സമരം നടക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? T രാഘവയ്യ ആയിരുന്നു അന്നത്തെ തിരുവിതാംകൂർ ദിവാൻ. ഈ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത നേതാക്കൾ ആരൊക്കെയാണ്?
ടി കെ മാധവൻ, കെ കേളപ്പൻ, സി വി കുഞ്ഞിരാമൻ, കെ പി കേശവമേനോൻ. ഇത്രയും പേരായിരുന്നു നേതൃത്വം കൊടുത്തത്. ആരൊക്കെയായിരുന്നു? ടി കെ മാധവൻ, കെ കേളപ്പൻ, സി വി കുഞ്ഞിരാമൻ, കെ പി കേശവമേനോൻ. ഇവർ 4 പേരുമായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. വൈക്കം ക്ഷേത്ര റോഡും മറ്റും ജാതിമത ഭേദമന്യേ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് എൻ കുമാരൻ. അപ്പോ തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചതാരാണ്? എൻ കുമാരൻ. ഇദ്ദേഹം പ്രമേയം 1925 അവതരിപ്പിച്ചു. പക്ഷേ 21-നെതിരെ 22 വോട്ടുകൾക്ക് ഈ പ്രമേയം പരാജയപ്പെട്ടു. അതായത് 22 പേര് ഇതിനെ പ്രതികൂലിച്ചു. അതുകൊണ്ട് ഈ ഒരു പ്രമേയം പാസ്സാക്കാൻ പറ്റിയില്ല. ഇനി വൈക്കം സത്യാഗ്രഹത്തിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗമാണ് അകാലികൾ, അല്ലെങ്കിൽ അകാലി ദൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ അകാലികളാണ് പഞ്ചാബിൽ നിന്ന് ഈ ഒരു സമരത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എത്തിച്ചേർന്നത്. അകാലികളുടെ നേതാവായിരുന്നത് ആരാണ്? ലാല ലാൽ സിംഗ് ആണ് അകാലികളുടെ നേതാവ്. ലാല ലാൽ സിംഗ് ആണ് അകാലികളുടെ നേതാവ്. ഇനി വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരായിരുന്നു? പ്രധാന നേതാവ് ആരായിരുന്നു? ടി കെ മാധവനായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ്. ഇനി ഇതേ തുടർന്ന് ഐത്തോച്ചാടനത്തിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയിത്തം കൽപ്പിച്ച് ചില ജാതിക്കാരെ മാത്രം മാറ്റി നിർത്തുന്നതിനെതിരെ കോൺഗ്രസ് ഒരു പ്രമേയം പാസാക്കി. ആ പാസാക്കിയ സമ്മേളനം കാക്കിനഡ സമ്മേളനമാണ് 1923. ഇത് ഇമ്പോർട്ടന്റ് ആണ്. INC പഠിക്കുമ്പോൾ നമ്മൾ അവിടെ പഠിക്കും, എങ്കിലും ഇതിവിടെ ചോർത്തിരിക്കുകയാണ്. അപ്പൊ ഐത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? കാക്കിനഡ സമ്മേളനം 1923. ഈ പ്രമേയം പാസ്സാക്കാനായിട്ട് മുൻകൈ എടുത്തത് ആരാണ്? ടി കെ മാധവനാണ്. ഇനി വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ച ദേശീയ നേതാവ് ആരാണ്? മധുര തുടങ്ങി വൈക്കം വരെ ആരാണ്? EV രാമസ്വാമി നായ്ക്കർ. EV രാമസ്വാമി നായ്ക്കർ. ഇനി EV രാമസ്വാമി നായ്ക്കറിനെ ഒരു പ്രത്യേക പേരിട്ട് വിളിക്കാറുണ്ട്. വൈക്കം വീരർ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഇദ്ദേഹം അറിയപ്പെടുന്നത് വൈക്കം വീരർ എന്നാണ്. ഓക്കെ, അടുത്ത നോക്കാം. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാർ ആരെല്ലാമാണ്? ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാർ ആരൊക്കെയാണ്? സ്വാമി സത്യവ്രതൻ, കോട്ടുകോയിക്കൽ വേലായുധൻ, ഇവർ 2 പേരാണ് ഇതിൽ പങ്കെടുത്തത്. ഇനി വൈക്കം സത്യാഗ്രഹികൾ സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ആശ്രമം ഏതാണ്? വെല്ലൂർ മഠം. വെല്ലൂർ മഠം ആസ്ഥാനമാക്കിയിട്ടാണ് ഇവര് സത്യാഗ്രഹം ഇരുന്നത്. ഇനി വൈക്കം സത്യാഗ്രഹ കാലത്ത് യാഥാസ്ഥികരുമായി ഗാന്ധിജി ചർച്ച നടത്തിയിരുന്നു. ആ നടത്തിയ മനയുടെ പേരാണ് ഇണ്ടൻ തുരുത്തി മന. ഇണ്ടൻ തുരുത്തി മന. ഇനി വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് അഹിന്ദുക്കൾ സത്യാഗ്രഹം നടത്തിയിരുന്നു. ആരൊക്കെയാണ്? ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹിമാൻ. ഇത്രയും പേര് ഈ ഒരു സമരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരം ഇരുന്നിരുന്നു. ഇനി സവർണ ജാഥ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സംഘടിപ്പിച്ച ജാഥയാണ് സവർണ ജാഥ. സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായി. ഇത് സംഘടിപ്പിക്കപ്പെട്ടത് 1924 നവംബർ 1-നാണ്. 1924 നവംബർ 1-ന്. ഇനി ആരാണ് ഇങ്ങനെ ഒരു ഐഡിയ കൊടുത്തത്? ആരാണ്? ഗാന്ധിജിയാണ് ഇങ്ങനെ ഒരു സവർണ ജാഥ നയിക്കാനായിട്ട് മന്നത്ത് പത്മനാഭനോട് ആവശ്യപ്പെട്ടത്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഇത് കൂടാണ്ട് നാഗർകോവിലിൽ നിന്ന്, കോട്ടാറിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിക്കപ്പെട്ടിരുന്നു. നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക്. അപ്പൊ പല സ്ഥലത്തു നിന്ന് തിരുവനന്തപുരത്തേക്കാണ് ജാഥ വന്നത്. അങ്ങനെ ജാഥ നയിച്ച ആളുടെ പേരാണ് ഡോക്ടർ M.E. നായിഡു. ഡോക്ടർ M.E. നായിഡു. ഇനി വിമോചന സമരത്തിന്റെ ഭാഗമായി ജീവശിഖ ജാഥ നയിച്ചത്. വിമോചന സമരം എന്തായിരുന്നു എന്ന് പറഞ്ഞേ? ഓർമ്മയുണ്ടോ?
വിമോചന സമരം എന്തായിരുന്നു? വിമോചന സമരം ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടാവോ? ആദ്യത്തെ മന്ത്രിസഭേനെ താഴെ ഇറക്കിയ സമരമാണ് കേട്ടോ ഈ വിമോചന സമരം എന്ന് പറയുന്നത്. ആ വിമോചന സമരത്തിന്റെ ഭാഗമായിട്ടാണ് ജീവശിഖ ജാഥ നയിച്ചത്. ഇപ്പൊ കേരളത്തില് ആദ്യത്തെ മന്ത്രിസഭ അധികാരത്തിലേറ്റപ്പോ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെയും അതുപോലെ EMS സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ അവര് നടത്തിയ ചില ആക്ടുകൾ പാസ്സാക്കിയതിനെതിരെയൊക്കെ വിമോചന സമരം അന്നത്തെ പ്രതിപക്ഷം പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ പ്രഖ്യാപിച്ച വിമോചന സമരത്തിന്റെ ഭാഗമായാണ് ജീവശിഖ ജാഥ നയിച്ചത്. അതാരാ നയിച്ചത്? മന്നത്ത് പത്മനാഭനാണ്. എവിടെ തുടങ്ങി എവിടം വരെയായിരുന്നു? അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു. ഇത് മന്നത്ത് പത്മനാഭൻ നയിച്ചത് കൊണ്ട് ഇവിടെ ഒന്നുകൂടി എഴുതിയിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അടുത്ത നോക്കാം. സവർണ ജാഥയുടെ അവസാനം മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിച്ചത് ആർക്കാണ്? അന്നത്തെ തിരുവിതാംകൂർ റാണിയായിരുന്ന സേതു ലക്ഷ്മിബായിക്കാണ് നിവേദനം സമർപ്പിക്കപ്പെട്ടത്. ഇനി ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷകൻ ഈ ഒരു സമരത്തിന് ഒരു ഓവറോൾ നോക്കാൻ വേണ്ടിയിട്ട് ഒരാളെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു? ആചാര്യ വിനോബ ഭാവെയാണ് അങ്ങനെ ഗാന്ധിജി നിർദ്ദേശിച്ച നിരീക്ഷകനായി എത്തിയത്. ഇനി ഗാന്ധിജിയുടെ മധ്യസ്ഥതയില് ഈ സമരം വിജയകരമായി അവസാനിച്ചത് 1925 നവംബർ 23-നാണ്. ഇപ്പൊ ടോട്ടൽ എത്ര ദിവസം നീണ്ടു നിന്നിട്ടുണ്ട്? 106 ദിവസത്തോളം നീണ്ടു നിന്ന സമരമായിരുന്നു കേട്ടോ ഇത്. നോക്കിയേ, ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതി മത ഭേദമന്യേ തുറന്നു കൊടുത്തത് 1925 നവംബർ 23-നാണ്. അന്നാണ് വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത്. ആരംഭിക്കുന്ന സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? ടി രാഘവയ്യായിരുന്നു. അവസാനിക്കുന്ന സമയത്ത് ആരായിരുന്നു? EM വാട്സ് ആയിരുന്നു തിരുവിതാംകൂർ ദിവാൻ. ഒന്ന് ഓർത്തു വയ്ക്കണേ. വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്ന സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? ടി രാഘവയ്യായിരുന്നു. അവസാനിക്കുമ്പോൾ ഉള്ള ദിവാൻ ആരാണ്? ME വാട്സ് ആണ്. ടോട്ടൽ 603 ദിവസമാണ് ഏത് സത്യാഗ്രഹം നീണ്ടു നിന്നത്? വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത്. ഇനി വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് നിവേദനം സമർപ്പിച്ചത് മഹാറാണി സേതു ലക്ഷ്മിബായിക്കായിരുന്നു. അതിൽ ഏകദേശം 23,000-ഓളം പേര് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു നിവേദനം സമർപ്പിക്കാനായിട്ട് നേതൃത്വം നൽകിയത് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയായിരുന്നു. നിവേദനം സമർപ്പിക്കാൻ നേതൃത്വം നൽകിയത് ആരായിരുന്നു? ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയായിരുന്നു. ഇവരൊക്കെ പേരുകൾ ഓർത്തു വെക്കണേ. തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ച വർഷം 1928-ആണ്. വൈക്കം സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയായിരിക്കും? വൈക്കത്തായിരിക്കും അല്ലെ? വൈക്കം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരുന്ന ഒരു ചോദ്യം, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളെ കുറിച്ചും അവയ്ക്ക് നേതൃത്വം വഹിച്ചവരെ കുറിച്ചുള്ള ഒരു പട്ടികയാണിത്. ഉചിതമായി യോജിപ്പിച്ച് കണ്ടെത്തുക. വൈക്കം സത്യാഗ്രഹമുണ്ട്, അതിന്റെ നേതാവ് ആരാണെന്ന് പ്രതുനെടുക്കാം. മിശ്രഭോജനം അത് നടത്തിയത് ആരാണ്? ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, പന്മന ആശ്രമം. ഓക്കെ. അപ്പൊ ഇതില് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ABCD. എല്ലാവരും ഒന്ന് നോക്കി ഇതിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞേ. കറക്റ്റ് ആയിട്ടൊന്ന് മാച്ച് ചെയ്ത് പറയാൻ പറ്റുമോ നോക്കി.
ഉത്തരം കിട്ടിയോ? ബി. നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, സി. ഒന്നാമത്തെ നോക്കിക്കോളൂ, വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാക്കളില് ചട്ടമ്പിസ്വാമി വന്നിട്ടില്ല, ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാര് പങ്കെടുത്തു എന്നേ പറഞ്ഞുള്ളൂ. വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? വൈക്കം വക്കവും തമ്മിൽ മാറിപ്പോരുത്. KP കേശവമേനോൻ, അത് ഇതിലൊരാളായിരുന്നു അല്ലെ. അപ്പൊ 1ഉം 8ഉം തമ്മിൽ മാച്ച് ചെയ്യാം. ഇനി അടുത്തത് മിശ്രഭോജനം. നമ്മള് കഴിഞ്ഞ ക്ലാസ് അല്ല, അതിന് മുമ്പത്തെ ക്ലാസ്സിൽ മിശ്രഭോജനത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. സഹോദരൻ അയ്യപ്പനാണ് ആദ്യമായിട്ട് മിശ്രഭോജനം നടത്തിയത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ രണ്ടാമത്തെ മിശ്രഭോജനം മാച്ച് ചെയ്യുന്ന ആരുമായിട്ടാണ്? സഹോദരൻ അയ്യപ്പനുമായിട്ടാണ്. മൂന്നാമത്തെ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. ഇസ്ലാം, ഇപ്പുറത്ത് ഇസ്ലാം മതത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ നോക്കാം ആദ്യം. ഇവിടെ 7 കിടക്കുന്നുണ്ട്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പൊ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ആരുടെയാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. ഇനി പന്മന ആശ്രമം. പന്മന ആശ്രമം, പന്മന അപ്പൊ തിരുവനന്തപുരം സൈഡിലാണെന്ന് ഓർക്കാം. പന്മന അല്ലെ. ചട്ടമ്പി സ്വാമി ഉണ്ട്, ശ്രീനാരായണ ഗുരു ഉണ്ട്. 2 ഓപ്ഷനിൽ ഒരാളായിരിക്കും. ശ്രീനാരായണ ഗുരുവിന്റെ ഒരുവിധം ആശ്രമങ്ങളെല്ലാം നമ്മുടെ എറണാകുളം കേന്ദ്രീകരിച്ചാണ് അല്ലെ. പ്രധാനപ്പെട്ട ആശ്രമങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതൊക്കെ കാലടി അല്ലെ. അപ്പോ ശ്രീനാരായണ ഗുരുവിനെ ഒഴിവാക്കാം. പിന്നെ ആരാ ഓപ്ഷനുള്ള? ചട്ടമ്പി സ്വാമികൾ. നമുക്ക് ബാക്കി ശരിയാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഓപ്ഷനിലേക്ക് എത്താൻ പറ്റും അല്ലെ. അപ്പൊ പന്മന ആശ്രമം അറിയില്ലെങ്കിൽ കൂടി നമുക്ക് ഉത്തരത്തേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് അതല്ലാണ്ട് ഒരു മെത്തേഡ് കൂടി ഇവിടെ നോക്കാം. നോക്കി, ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ 3, 7, 3, 7, 3, 7. അത് എല്ലാവർക്കും കിട്ടുന്ന ഉത്തരം. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, വക്കം അബ്ദുൽ ഖാദർ മൗലവി അല്ലെ. അപ്പോ ABC ഈ 3 ഏതോ ഒരെണ്ണാണെന്ന് ഉറപ്പിക്കാം. അടുത്തത് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിൽ ചട്ടമ്പി സ്വാമികൾ പങ്കെടുത്തിട്ടില്ല, ശ്രീനാരായണ ഗുരു പങ്കെടുത്തിട്ടില്ല, വക്കം അബ്ദുൽ ഖാദർ മൗലവി പങ്കെടുത്തിട്ടില്ല, സഹോദരൻ അയ്യപ്പനും പങ്കെടുത്തിട്ടില്ല. KP കേശവമേനോനാണ്. അപ്പൊ 1, 8 ആണ്. 1, 8 വരുന്ന ഒരേ ഒരു ഓപ്ഷൻ ഉള്ളൂ. ഏതാണ്? സി ആണ്. അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് എത്താം, ഉത്തരത്തിലേക്ക് എത്താം. അപ്പൊ എപ്പോഴും ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോ ഉത്തരങ്ങൾ എപ്പോഴും ക്യാൻസൽ ചെയ്ത് പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നോക്കാം കേട്ടോ. ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി നിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സമരം ഏതാണ്? 2022 ചോദിച്ച ചോദ്യമാണ്. വൈക്കം സത്യാഗ്രഹമാണ്. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. 20ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നടന്ന സമരങ്ങളിൽ ഏറ്റവും അധികം അഖിലേന്ത്യാ ശ്രദ്ധ നേടിയ സമരം ഏതാണ്? ഏത് സമരാണ്? വൈക്കം സത്യാഗ്രഹമാണ് ഏറ്റവും അധികം അഖിലേന്ത്യാ ശ്രദ്ധ നേടിയത്. അയിത്താചാരങ്ങൾക്കെതിരായി ഇന്ത്യയിൽ നടന്ന ആദ്യ സത്യാഗ്രഹ സമരമായി അറിയപ്പെടുന്നത് ഏതാണ്? ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹം നടന്ന കാലയളവ് 1924 മുതൽ 25 വരെയായിരുന്നു. നമ്മള് തൊട്ടുമുമ്പ് പറഞ്ഞായിരുന്നു, ക്ഷേത്രപ്രവേശനം തിരുവിതാംകൂറിലെ എല്ലാ ജാതിമത ഭേദമന്യേ എല്ലാവർക്കുമായി തുറന്നു കൊടുത്തത് ഏത് വർഷമായിരുന്നു എന്ന് ഓർമ്മയുണ്ടാ? 1928 ഓക്കെ. ജാതിമത ഭേദമന്യേ എല്ലാവർക്കുമായി തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളും തുറന്നു കൊടുത്തത് 1928 നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 24 തുടങ്ങി 25 കാലയളവില് വൈക്കം സത്യാഗ്രഹം നടക്കുന്നു. അപ്പോ ഇവരുടെ പ്രവർത്തന ഫലമായി ഇവര് തിരുവിതാംകൂർ ഭരണാധികാരിക്ക്
സേതു ലക്ഷ്മിബായിക്ക് നിവേദനം സമർപ്പിക്കുന്നുണ്ട്. ആ നിവേദനത്തെ തുടർന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 28-ല് എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ ജാതിമത ഭേദമന്യേ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുന്നത്. അവിടെയാണ് ഈ ഒരു സമരത്തിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് കേട്ടോ. നോക്കിക്കോളൂ, വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? വൈക്കം ക്ഷേത്രം ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയിലാണ് വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? വഴിയിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യമായിരുന്നു അല്ലെ. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സമീപത്തുള്ള റോഡിലൂടെ അവർണ ജാതിയിലുള്ള ഹിന്ദുക്കൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കില്ലായിരുന്നു. ഇനി വൈക്കം സത്യാഗ്രഹം സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത നേതാവ് ആരാണ്? TK മാധവനാണ്. അയിത്തോച്ചാടന നടപടികൾ ആസൂത്രണം ചെയ്യാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ KPSC 1924 ജനുവരി 24 യോഗം ചേർന്നത് എറണാകുളത്ത് വെച്ചായിരുന്നു. അയിത്തത്തിനെതിരായ പ്രചാരണം ഉണ്ടാക്കിയ കോൺഗ്രസ് കമ്മിറ്റി ഏത് പേരിൽ അറിയപ്പെടുന്നു? കോൺഗ്രസ് ഡെപ്യൂട്ടേഷൻ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ. കോൺഗ്രസ് ഡെപ്യൂട്ടേഷനിലെ പ്രധാന നേതാക്കൾ ആരെല്ലാമായിരുന്നു? KP കേശവമേനോൻ, AK പിള്ള, K കേളപ്പൻ, കാരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. കാരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. ഇനി വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണ്? 1924 മാർച്ച് 30 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ആരായിരുന്നു? നമ്മൾ അവസാനിക്കുമ്പോൾ രാജാവിനെ പരിചയപ്പെട്ടു. അവസാനിക്കുമ്പോൾ ആരായിരുന്നു? സേതു ലക്ഷ്മിബായി ആയിരുന്നു. ആരംഭിക്കുമ്പോൾ ആരായിരുന്നു? ശ്രീമൂലം തിരുനാളായിരുന്നു തുടങ്ങുന്ന സമയത്തുള്ള ഭരണാധികാരി. ഇനി വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോഴുള്ള ഭരണാധികാരി ആരായിരുന്നു? റാണി സേതു ലക്ഷ്മിബായി ആയിരുന്നു. അന്യദേശക്കാർ നമ്മോട് അനീതി കാണിക്കുന്നതിൽ പ്രതിഷേധിക്കുന്ന നാം എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടുകാരോട് നീതി കാണിക്കാൻ ഒരുങ്ങാത്തത്? വൈക്കം സത്യാഗ്രഹത്തിന് മുന്നോടിയായി നടന്ന യോഗത്തിൽ ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു. അത് നടത്തിയത് ആരാണ്? KP കേശവമേനോനാണ് ഇങ്ങനൊരു ചോദ്യം ഉന്നയിച്ചത്. ഇനി വൈക്കം സത്യാഗ്രഹത്തിന്റെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികൾ ആരെല്ലാമായിരുന്നു? ആദ്യത്തെ ദിവസം സത്യാഗ്രഹം ഇരുന്നത് ആരെല്ലാമായിരുന്നു? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇവരെ 3 പേരെ പേര്. നോക്കിയേ, ഗോവിന്ദ പണിക്കർ, ബാഹുലേയൻ, കുഞ്ഞാപ്പി. ഇവര് 3 പേരുമാണ് ഈ സമരം തുടങ്ങി വെച്ചത്. ഓരോ ദിവസവും സവർണരും അവർണരുമായ 3 പേർ അവർണർക്ക് പ്രവേശനമില്ല എന്ന് എഴുതിയ ബോർഡിന്റെ പരിധി ലംഘിച്ച് ക്ഷേത്രത്തിലേക്ക് പോകുക എന്നത് ഏത് സത്യാഗ്രഹത്തിന്റെ സമരമുറയായിരുന്നു? എല്ലാ ദിവസവും സവർണരും അവർണരുമായ 3 പേര് അവർണർക്ക് പ്രവേശനമില്ല എന്ന് എഴുതിയ ബോർഡിന്റെ പരിധി ലംഘിച്ച് ക്ഷേത്രത്തിലേക്ക് പോകുക എന്നത് ഏത് സത്യാഗ്രഹത്തിന്റെ സമരമുറയായിരുന്നു? വൈക്കം സത്യാഗ്രഹത്തിന്റെ. അവർ ചെയ്ത രീതി ക്ലിയർ ആയല്ലോ അല്ലെ. എല്ലാ ദിവസവും 3 പേര് അമ്പലത്തിനകത്ത് കയറും. അവരുടെ അടുത്ത് നടക്കരുതെന്ന് പറഞ്ഞ വഴിയിലൂടെ അവർ നടക്കും. അങ്ങനെയാണ് ഇവർ ഈ സമരം തുടങ്ങി വെച്ചത്. ഇനി വൈക്കം സത്യാഗ്രഹ ചെലവിലേക്ക് 1000 രൂപ സംഭാവന ചെയ്ത നവോത്ഥാന നായകനാര്? ആരാണ്? ശ്രീനാരായണ ഗുരു. നേരിട്ട് വന്ന് പങ്കെടുത്തില്ല എന്നേ ഉള്ളൂ. പക്ഷെ കൃത്യമായ ഇടപെടൽ ആര് നടത്തിയിട്ടുണ്ടായിരുന്നു? ശ്രീനാരായണ ഗുരു നടത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം സത്യാഗ്രഹ സമരം താൽക്കാലികമായി നിർത്തിവെച്ചത് എന്നാണ്? 1924 ഏപ്രിൽ 5, 6 തീയതികളിലാണ് ഇങ്ങനെ നിർത്തിവെച്ചത്. സവർണ ഹിന്ദുക്കളുമായി നടത്തിയ സന്ധി സംഭാഷണത്തെ തുടർന്ന് വൈക്കം സത്യാഗ്രഹം പുനരാരംഭിച്ചതെന്ന്? 1924 ഏപ്രിൽ 7. ഈ 1924 ഏപ്രിലില് നമ്മുടെ കേരളത്തിലേക്ക് മഹാത്മാഗാന്ധി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ആള് സംസാരിക്കാൻ വന്ന 2 തീയതികളിലാണ് ഇവിടെ സത്യാഗ്രഹ സമരം താൽക്കാലികമായി നിർത്തിവെച്ചത്. അതിനുശേഷം ഏപ്രിൽ 7 വീണ്ടും ആരംഭിച്ചു. ഇനി തമിഴ്നാട്ടിൽ നിന്ന് ഒരു സംഘം സന്നദ്ധ ഭടന്മാർക്കൊപ്പം എത്തി വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച നേതാവ് ആരാണ്? EV രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ആവേശോജ്വലമായ പിന്തുണ നൽകുകയും ചെയ്തതിനാൽ
വൈക്കം വീരർ എന്നറിയപ്പെടുന്നത് ആരാണ്? വൈക്കം വീരർ എന്നറിയപ്പെടുന്നത് ആരാണ്? EV രാമസ്വാമി നായ്ക്കറാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. EV രാമസ്വാമി നായ്ക്കർ. ഇനി വൈക്കത്തെത്തി സത്യാഗ്രഹ ആശ്രമത്തിൽ സൗജന്യ ഭക്ഷണശാല തുറന്ന മറുനാടൻ സന്നദ്ധ ഭടന്മാർ ആര്? പഞ്ചാബിലെ അകാലികളാണ് ഇവിടെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനായിട്ട് ഒരു സന്നദ്ധ അല്ലെങ്കിൽ സൗജന്യ ഭക്ഷണശാല ആരംഭിച്ചത്. ഈ അമൃത്സറിൽ നിന്നെത്തിയ അല്ലെങ്കിൽ പഞ്ചാബിൽ നിന്നെത്തിയ അകാലികളുടെ നേതാവ് ആരായിരുന്നു എന്ന് പറഞ്ഞ ലാൽ സിംഗ് ആയിരുന്നു നേതാവ്. 1924 സെപ്റ്റംബറിൽ വൈക്കം സത്യാഗ്രഹ ആശ്രമം സന്ദർശിച്ച നവോത്ഥാന നായകനാര്? ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഈ ശ്രീനാരായണ ഗുരുവിന്റെ ഏത് ആശ്രമമായിരുന്നു സത്യാഗ്രഹ ആശ്രമമാക്കി മാറ്റിയത്? വേഗം പറഞ്ഞോളൂ. ഓർമ്മയില്ലേ? ഏത് ക്ഷേത്രത്തിൽ വെച്ച് അല്ലെ ഏത് ആശ്രമത്തിൽ വെച്ചായിരുന്നു? മറന്നുപോയി. ഇവിടെ ചാറ്റ് ബോക്സിലൊന്നും വന്നിട്ടില്ല. ഇല്ല, വെല്ലൂർ മഠത്തിൽ വെച്ചിട്ടായിരുന്നു ഇവര് സത്യാഗ്രഹം ഇരുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ ആശ്രമമാണത്, വെല്ലൂർ മഠം. ഓക്കെ, അവിടെ വെച്ചിട്ടാണ് സമരം നടത്തിയത്. അപ്പൊ ആ സത്യാഗ്രഹ ആശ്രമം സന്ദർശിക്കാൻ ആര് വന്നിട്ടുണ്ടായിരുന്നു? ശ്രീനാരായണ ഗുരു വന്നിട്ടുണ്ടായിരുന്നു. ഇനി വൈക്കം സത്യാഗ്രഹികളോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ജാഥകൾ ഏതൊക്കെയായിരുന്നു? സവർണ ജാഥകൾ എന്നറിയപ്പെടുന്ന ജാഥകളാണ് വന്നത്. വൈക്കം മുതൽ തിരുവനന്തപുരം വരെ ഒരാൾ നയിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ആരായിരുന്നു? മന്നത്ത് പത്മനാഭൻ. ഇനി അതുപോലെ നാഗർകോവിൽ കോട്ടൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ നയിച്ചിട്ടുണ്ടായിരുന്നു. അതാരായിരുന്നു? പേരോർമ്മയുണ്ടോ നോക്കട്ടെ. നാഗർകോവിൽ കോട്ടാറിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ജാഥ നയിച്ചത് ആരായിരുന്നു? രാമസ്വാമി നായ്ക്കറോ? EV രാമസ്വാമി നായ്ക്കർ അല്ല, ME നായിഡു ആയിരുന്നു കേട്ടോ. ME നായിഡു. ഇനി താങ്കൾ പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണ്. പക്ഷെ അദ്ദേഹം മധുരയിൽ നിന്ന് വൈക്കത്തേക്കാണ് ജാഥ നടത്തിയത്. മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് കേട്ടാ. ഓക്കെ, അപ്പൊ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി 2 സവർണ ജാഥകളാണ് നയിക്കപ്പെട്ടത്. എത്ര സവർണ ജാഥ ഉണ്ടായിരുന്നു? 2 എണ്ണം. അതില് വൈക്കം മുതൽ തിരുവനന്തപുരം വരെ ആരാണ് നയിച്ചത്? വൈക്കം മുതൽ തിരുവനന്തപുരം വരെ മന്നത്ത് പത്മനാഭൻ. ആ, രണ്ടാമത് സമരം എവിടെ തുടങ്ങി എവിടം വരെ ആയിരുന്നു? ഇവിടെ മറ്റേ തമിഴ്നാട്ടിലേക്കല്ലായിരുന്നു? ആ, നാഗർകോവിൽ കോട്ടാറിൽ നിന്നും തിരുവനന്തപുരം വരെ. നയിച്ച ആളുടെ പേരെന്തായിരുന്നു? മറന്നുപോയി. ME നായിഡു. ME നായിഡു. ഇനി ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്രകാരം സവർണ ജാഥകൾ നയിക്കപ്പെട്ടത്? ഗാന്ധിജിയുടെ ആയിരുന്നു അല്ലെ? ഗാന്ധിജി ആയിരുന്നു ഇതിന്റെ പിന്നിലെ ആള്. മന്നത്ത് പത്മനാഭൻ ആരംഭിച്ചത് 1924 നവംബർ 1 ശുചീന്ദ്രത്ത് നിന്നാണ് ഇവിടെ എത്തിയേക്കണേ. കറക്റ്റ് സ്ഥലം നാഗർകോവ് കോട്ടാറാണ് കേട്ടോ. ഇനി സവർണ ജാഥകൾ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നു. 2 പേര് നയിച്ച 2 സ്ഥലത്തു നിന്നുള്ള സവർണ ജാഥ തിരുവനന്തപുരത്ത് എത്തി. അതിനുശേഷം ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുടെ നേതൃത്വത്തിൽ 25,000 അല്ലെങ്കിൽ 23,000-ഓളം പേർ ഒപ്പിട്ടിട്ടുള്ള ഒരു ഹർജി ആർക്ക് സമർപ്പിച്ചു? മഹാറാണി സേതു ലക്ഷ്മിബായിക്ക് സമർപ്പിച്ചു. അത് ഏത് ദിവസമായിരുന്നു? 1924 നവംബർ 13 ഇനി വൈക്കം ക്ഷേത്ര റോഡും മറ്റു റോഡുകളും ജാതിമത ഭേദമന്യേ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് 1925 ഫെബ്രുവരിയിൽ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ തിരുവിതാംകൂറിൽ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചതാരായിരുന്നു? N കുമാരനായിരുന്നു. ഇനി വൈക്കം സന്ദർശന വേളയിൽ ഗാന്ധിജിയോടൊപ്പം കുറച്ചു പേരുണ്ടായിരുന്നു. അവരുടെ പേരുകളൊന്ന് ഓർത്തു വയ്ക്കണം. ആരൊക്കെയാന്ന് നോക്കിയേ? C രാജഗോപാലാചാരി, മഹാദേവ് ദേശായി. ഇവർ 2 പേരായിരുന്നു ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്നത്. ഗാന്ധിജി ഈ സമരത്തിന് ഒരു അവസാനം വരുത്താൻ വേണ്ടിയിട്ട്
ഇണ്ടന്തുരുത്തി മനയിൽ വെച്ച് യാഥാസ്ഥിതികരുമായി ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. 1925 നവംബർ 23 ഇവരെന്ത് ചെയ്തു? ഡോറുകളൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട്. എത്ര ദിവസം നീണ്ടു നിന്നു? 603 ദിവസം, 20 മാസക്കാലമായിരുന്നു സമരം. ഇനി തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളും എല്ലാവർക്കുമായി തുറന്നു കൊടുത്തത് 1928 വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ചിറ്റടത്ത് ശങ്കുപിള്ള. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സമരം നടക്കുമ്പോൾ സവർണ ജാതിക്കാര് അവർണ ജാതിക്കാരെ ഉപദ്രവിക്കാൻ ശ്രമിക്കും അല്ലെ? അങ്ങനെ ഒരു ശ്രമത്തിനിടയിലാണ് ചിറ്റടത്ത് ശങ്കുപിള്ള മരണപ്പെടുന്നത്. ഇനി ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷകനായി എത്തിയതാരാണ്? വിനോബ ഭാവെയാണ്. ഇനി കേരളത്തിലെ ഐത്താചാരത്തിന്റെ ദുരിതങ്ങളെ പറ്റി നിവേദനം നൽകിയ നേതാവ് ആരാണ്? TK മാധവനാണ്. ഗാന്ധിജി വൈക്കം സന്ദർശിച്ചത് 1925. ഇത്രയാണ് നമുക്ക് വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. ഇതിങ്ങനെ തലങ്ങനെയും വിലങ്ങനെയും മാറി മാറി ചോദിക്കൂട്ടാ. ഇനി ഇതിലില്ലാത്ത ഒരു ചോദ്യം കൂടി ഞാനിവിടെ ചേർത്ത് പറയട്ടെ. ഈ വർഷം ഏതാ വർഷം? 2025 അല്ലെ? വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് ഏത് വർഷമായിരുന്നു? 1925. അപ്പൊ 1925 മുതൽ 2025 വരെ എത്ര വർഷമായിട്ടുണ്ട്? 1925 മുതൽ 2025 വരെ 100. അപ്പോ 2025 100 വർഷം സെഞ്ചുറി ആഘോഷിച്ച സത്യാഗ്രഹം ഏത് എന്ന് ചോദിച്ച് റിപ്പീറ്റഡ് ആയിട്ട് കുറച്ചു നാൾ PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏത് സത്യാഗ്രഹമാണ് 100 വർഷം കഴിച്ചത്? വൈക്കം സത്യാഗ്രഹം. അപ്പൊ ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ഈ സെഞ്ചുറിയോട് ചേർന്നിട്ടുള്ള ആഘോഷങ്ങളൊക്കെ കാര്യമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ 2025 100 വർഷം പൂർത്തിയാക്കിയ നവോത്ഥാന അല്ലെങ്കിൽ സമരം ഏതാണ് എന്നുള്ള ചോദ്യം പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഞാൻ നോട്ട് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാണ്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണേ. ഈ നോട്ട് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളടക്കം ഉൾപ്പെടുത്തിയതാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കൃത്യമായിട്ട് വായിക്കണേ. ഇത് വായിച്ചതിന് ശേഷമേ നമ്മൾ അടുത്ത പോർഷനിലേക്ക് പോകണുള്ളൂ. അതുകൊണ്ട് സമയം എടുത്ത് വായിച്ചോളൂ കേട്ടോ. വായിച്ചു കഴിഞ്ഞൊന്ന് പറയണ വരെ ഞാൻ വെയിറ്റ് ചെയ്തോളാം. ഓക്കെ.